വേദപഠനത്തിൽ നിന്ന് അല്ല, ഞാൻ മറ്റൊരു വേദഭാഗത്തിൽ നിങ്ങളോട് ചില ആലോചനകൾ ഓർപ്പിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. യിരെമ്യാ പ്രവചന പുസ്തകം 32-ാം അധ്യായം അതിൻ്റെ 1 മുതലുള്ള വാക്യങ്ങളാണ് അതിന് ആസ്പദമായി ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത്. എന്നാൽ ഒരു കുറിവാക്യം എന്ന നിലയിൽ അതിൻ്റെ 27-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. 32-ാം യിരെമ്യാ പ്രവചന പുസ്തകം 32-ന്റെ 27. ഞാൻ സകല ജഡത്തിന്റെയും ദൈവമായ യഹോവയാകുന്നു. ഞാൻ സകല ജഡത്തിന്റെയും ദൈവമായ യഹോവയാകുന്നു. എനിക്ക് കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ? വല്ല കാര്യവും ഉണ്ടോ? പ്രൈസ് ദി ലോർഡ്. ഈ പ്രവാചകൻ യിരെമ്യാവ് ഈ വാക്യം അല്ലെങ്കിൽ ഈ വാക്ക് പറയുന്നത് തൻ്റെ ജീവിതത്തിന്റെ ഒരു അണ്ടർമോസ്റ്റ് ബാഡ് സിറ്റുവേഷനിലാണ് യിരെമ്യാ പ്രവാചകൻ ഈ വാക്ക് പറയുന്നത്. ഇൻഫാക്ട് യിരെമ്യാ പ്രവാചകന് സത്യത്തിൽ ഒരു സമാധാനം ഉണ്ടായിരുന്ന ഒരു ശുശ്രൂഷ കാലയളവ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. ഹി വാസ് റിയലി എ വീപ്പിംഗ് പ്രോഫറ്റ് എന്നാണ് വേദപുസ്തകത്തിൽ യിരെമ്യാവിനെ കുറിച്ച് പറയുന്നത്. വിലപിച്ചുകൊണ്ട് നടന്ന ഒരു പ്രവാചകനായിരുന്നു എന്ന് പറയുന്നത്. ഏകദേശം 50 വർഷം തൻ്റെ മിനിസ്ട്രി ഉണ്ടായിരുന്നു എന്നാണ് പൊതുവെ കണക്കാക്കപ്പെടുന്നത്. അറൌണ്ട് 50 years. എന്നാൽ 50 വർഷം ശുശ്രൂഷിച്ചിട്ടും ഒരാളെ പോലും നേടാനോ ശരിയാക്കാനോ കഴിയാത്ത ഒരു വ്യക്തി ആരെന്ന് ചോദിച്ചാലും യിരെമ്യാവിനെ തന്നെ നമുക്ക് ചൂണ്ടിക്കാണിക്കാം. യിരെമ്യാവ് ഭാവിയിലേക്കുള്ള യെരൂശലേമിന്റെ ഇസ്രായേലിന്റെ വിഷയങ്ങൾ ഓർപ്പിക്കുന്നുവെങ്കിലും തൻ്റെ കാലയളവിൽ ഒരു വീണ്ടെടുപ്പ്, ഒരു വിടുതലോ കാണാതെ മരിച്ച പ്രവാചകനാണ് യിരെമ്യാ പ്രവാചകൻ. അതുകൊണ്ട് ഈ വിലപിക്കുന്ന വിലാപങ്ങളുടെ പ്രവാചകൻ അറിയപ്പെടുന്ന യിരെമ്യാവ് ജീവിതകാലം മുഴുവൻ, ശുശ്രൂഷകാലം മുഴുവൻ കാരാഗൃഹത്തിലും അതോടൊപ്പം തന്നെ വലിയ വിലാപത്തിലും കഴിഞ്ഞുപോയ ഒരു പ്രവാചകനായിരുന്നത് കൊണ്ട് ഈ ഇസ്രായേൽ മക്കളുടെ വലിയ ഉത്സവങ്ങളിലൊക്കെ ഇവരൊരു പ്രവാചകൻ അവരുടെ നടുവിൽ എഴുന്നള്ളുമെന്ന് വിശ്വസിക്കാറുണ്ട്. അങ്ങനെ ഉത്സവ സമയങ്ങളിലൊക്കെ, ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ, ഈ ഉത്സവ സമയങ്ങളിലൊക്കെ ഒരു ഒഴിഞ്ഞ കസാര, ഒരു കാലി കസാര എന്ത് ചെയ്യും, ഈ ഉത്സവ സമയങ്ങളിൽ അവർ ക്രമീകരിച്ചിട്ടേക്കും. എന്തിനെന്ന് ചോദിച്ചാൽ, ഞങ്ങളുടെ പ്രവാചകനായിരിക്കുന്ന യിരെമ്യാവ് തൻ്റെ കാലയളവിൽ മുഴുവനും വളരെ വിലപിച്ചു കഴിഞ്ഞ ഒരു വ്യക്തി ആയതുകൊണ്ട് അവനൊരു സന്തോഷം, പ്രവാചകനൊരു സന്തോഷം ഉണ്ടാകാനായി പ്രവാചകൻ വീണ്ടും ഈ ഭൂമിയിലേക്ക് മടങ്ങി വരുമെന്ന് ഒരു പ്രതീക്ഷ ഈ വിശ്വാസികൾക്ക് അല്ലെങ്കിൽ യഹൂദ ജനത്തിനുണ്ടായത്. അതുകൊണ്ട് തന്നെയാണ് മത്തായിയുടെ സുവിശേഷത്തിൽ യേശു ആരാണെന്ന് ജനങ്ങൾ എന്താണ് പറയുന്നതെന്ന് ശിഷ്യന്മാരോട് ചോദിച്ചപ്പോൾ അവിടെ പറയുന്നവരിൽ ഒരാളുടെ പേരെന്താണ്? നീ മരിച്ചുപോയ യോഹന്നാൻ സ്നാപകനോ അല്ലെങ്കിൽ യിരെമ്യാ പ്രവാചകനോ എന്ന് എന്ത് ചെയ്യുന്നു, യേശുവിനെ കുറിച്ച് പറഞ്ഞു. So they were anticipating that Jeremiah would come back because he was a weeping prophet and he need a consolation within his lifetime, so he may come back. അങ്ങനെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്ന വ്യക്തിയാണ്, അങ്ങനെ ഒരു പ്രതീക്ഷ അർപ്പിച്ചിരുന്ന വ്യക്തിയാണ് യിരെമ്യാ പ്രവാചകൻ. എന്നാൽ ഈ നമ്മൾ ഇന്ന് വായിച്ച വേദഭാഗം, as we just come to that particular words that we have just spoke now, ഇത് പറയുമ്പോൾ യിരെമ്യാവ് എവിടെയാ കിടക്കുന്നത് അറിയാമോ? he is in a jail. താൻ ഒരു ജയിലിൽ കിടക്കുന്ന അവസരം, അല്ലെങ്കിൽ കുണ്ടരയിലായിരിക്കുന്നത്. അതിന് 32-ാമത്തെ അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒന്ന് വായിക്കാം. അന്ന് ബാബേൽ രാജാവിന്റെ സൈന്യം യെരുശലേമിനെ നിരോധിച്ചിരുന്നു. യിരെമ്യാ പ്രവാചകനോ യഹൂദ രാജാവിന്റെ അരമനയുടെ കാവൽപുര മുറ്റത്ത് അടയ്ക്കപ്പെട്ടിരുന്നു. So he was under prison അല്ലെങ്കിൽ under custody. അവൻ ഒരു വലിയ കാരാഗൃഹത്തിൽ, ഒരു പ്രിസണിൽ, ഒരു കസ്റ്റഡിയിൽ ആക്കപ്പെട്ട സമയത്താണ്. എന്തിനാ ആക്കപ്പെട്ടെന്ന് അറിയാമോ? കൊലപാതകമോ പിടിച്ചുപറിയൊന്നും ചെയ്തതിനല്ല, ഇസ്രായേലിനെതിരെ പ്രവചിച്ചു, അത്രേ ഉള്ളൂ, തെറ്റേ ചെയ്തുള്ളൂ. അല്ലെങ്കിൽ അതാണ് യിരെമ്യാവിന് പ്രവാചകനെതിരെയുള്ള ആരോപണം. യിരെമ്യാവ് ഇസ്രായേലിന്റെ നേരെ അത് താഴോട്ട് ായിട്ട് കഴിയും. അങ്ങനെ അതിൻ്റെ പേരിൽ എന്ത് ചെയ്തു? യിരെമ്യാവിനെ എന്ത് ചെയ്തു? തടങ്കിൽ പാർപ്പിച്ചിരിക്കുകയാണ്. എന്നാൽ ഇന്ന് രാത്രിയിൽ ഞാനിതിൻ്റെ ഒരു ഇൻട്രഡക്ഷൻ പറഞ്ഞ് മുന്നോട്ട് പോകാനായിട്ട് ആഗ്രഹിക്കും. ഇവിടെ ഇൻട്രഡക്ഷൻ ഭാഗം കഴിഞ്ഞു. അടുത്ത കാര്യത്തിലേക്ക് മുമ്പോട്ട് പോകുമ്പോൾ, യിരെമ്യാവിന് ഈ കാരാഗൃഹത്തിൽ ഉൾപ്പെടണമെന്നും അകപ്പെടണമെന്നും എല്ലാം ദൈവത്തിൻ്റെ പദ്ധതിയിൽ ഉണ്ടായിരുന്ന ഒരു കാര്യമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. സോ ദർ ഈസ് എ പ്രിസൺ ഓഫ് ഗോഡ്സ് പർപ്പസ്.
പ്രൈസ് ദി ലോർഡ്. യിരെമ്യാവിൻ്റെ ജീവിതത്തിൽ ഒരു കാരാഗൃഹത്തിൻ്റെ പ്രൈസ് ദി ലോർഡ് ഒരു പർപ്പസ് എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രികാലം ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയവും അത് തന്നെയാണ്, ദ പ്രിസൺ ഓഫ് ഗോഡ്സ് പർപ്പസ്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയൊക്കെ നാം വിവിധ ഘട്ടങ്ങളിലൂടെ സഞ്ചരിക്കുന്നവരാണ്. ഉയർച്ച താഴ്ചകളൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ടാകാം, കഷ്ടതകളൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ടാകാം. എന്നാൽ ദൈവവചനം നമ്മളോട് പറയുന്നത് എവറി പ്രിസൺ, the kind of a prison that we are experiencing, it is under the purpose of God. ദൈവത്തിൻ്റെ പദ്ധതിയിലുള്ളതാണ്, ദൈവത്തിൻ്റെ പർപ്പസിലുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. ഈ യിരെമ്യാ പ്രവാചകന്റെ ഈ prison അനുഭവം, the experience that he has been in the prison, it was a kind of a confusing. Praise the Lord. So first thing, let me just tell you, the prison can be a place of confusing. നമ്മുടെ ജീവിതത്തിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഏത്? ഈ ജീവിതത്തിൽ ഉണ്ടാകുന്ന കഷ്ടതകളോ, ജീവിതത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളോ, ജീവിതത്തിലുണ്ടാകുന്ന തടവറയുടെ അനുഭവങ്ങളൊക്കെയും നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാകും. കാരണം എന്താണ്? നമ്മൾ വിചാരിക്കും, കർത്താവെ, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ, ഞാൻ വിശ്വസ്തയോടെ നിൽക്കുന്ന ഒരാളാണല്ലോ, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണല്ലോ, എല്ലാ കാര്യത്തിലും മുടക്കം കൂടാതെ ദൈവസന്നിധിയിൽ വളരെ നിഷ്കളങ്കതയോടെ നടക്കുന്ന ഒരു വ്യക്തിയാണ്, എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇത് സംഭവിക്കുന്നു? വൈ ഇറ്റ് കം ടു മൈ ലൈഫ്? പ്രൈസ് ദി ലോർഡ്. പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ ഒരു ആശയക്കുഴപ്പം, ഇങ്ങനൊരു ചിന്താകുലം ഉണ്ടാകാറുണ്ട്. ദൈവമേ, നോക്കിക്കേ, എത്രയോ മനുഷ്യർ അവർ ദൈവത്തെയും അറിയാതെ, ദൈവത്തെയും ആരാധിക്കാതെ, യാതൊരുമായ ജീവിത അനുഭവത്തിൽ ദൈവികമായ അനുഭവം ഒന്നുമില്ലാതെ ഈ ലോകത്തിൻ്റെ വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ അവർക്ക് പ്രശ്നമില്ല, അവർക്ക് കടഭാരമില്ല, അവർക്ക് ജോലി സംബന്ധമായ വിഷയങ്ങളില്ല, അവർക്ക് യാതൊരു പ്രശ്നവുമില്ലാതെ വളരെ സുഖമായി, വളരെ ആനന്ദത്തോടെ ഈ ലോകത്തിൽ ജീവിക്കുന്നുവെന്ന് നമുക്ക് തോന്നുമ്പോൾ, ഞാൻ ഈ പ്രാർത്ഥിക്കുന്ന, ഞാൻ ഈ ഉപവസിക്കുന്ന, ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന എനിക്കെന്തുകൊണ്ട് ഈ കഷ്ടത വരുന്നു, എനിക്കെന്തുകൊണ്ട് ഈ പ്രശ്നങ്ങൾ നേരിടുന്നുവെന്ന് ഒരു ചോദ്യം നമ്മുടെ മുന്നിലേക്ക് ഉയർന്നു വരാം. സോ ദാറ്റ്സ് വൈ ഐ വുഡ് സേ ദ പ്രിസൺ എക്സ്പീരിയൻസ് വുഡ് ബി എ കൺഫ്യൂസിങ്. കാരണം യിരെമ്യാ പ്രവാചകനോട് ദൈവം പറഞ്ഞത് പ്രവചിക്കാനാ പറഞ്ഞത്. ഹി ഡിഡ്ന്റ് ആഡ് എനിത്തിങ് ഫ്രം ഹിസ് ഹാൻഡ്. തൻ്റെ കയ്യിൽ ഒന്നും എടുത്തെന്ത് ചെയ്യുന്നില്ല, താൻ സംസാരിക്കുന്നില്ല. ദൈവം പറയുന്നു, അത് അതുപോലെ പറയുന്നു. അങ്ങനെ പ്രവചിച്ച ഒരുവനെ എന്ത് ചെയ്യുന്നു? കാരാഗ്രഹത്തിൽ കൊണ്ട് തളയ്ക്കപ്പെടുകയാണ്. പ്രൈസ് ദി ലോർഡ്. ദ സർക്കംസ്റ്റാൻസസ് ഓഫ് his life may be so confusing. The circumstances of the life can be variously confusing because യിരെമ്യാവ് നോക്കുമ്പോൾ he was being denied from a family life also. നമുക്കത് വായിക്കാം. ഒരു വാക്യം യിരെമ്യാ പ്രവചന പുസ്തകം 16-ാം അധ്യായം 2-ാമത്തെ വാക്യം വായിക്കുമ്പോൾ തനിക്കൊരു കുടുംബജീവിതം പോലും നയിക്കാനായിട്ട് കഴിഞ്ഞില്ല. അത് വായിച്ചേ. നിനക്ക് പുത്രന്മാരും പുത്രിമാരും ഉണ്ടാകുകയും അരുത്. നോക്കിക്കോണം, ഒരു ഫാമിലി ലൈഫ് പോലും ഡിനൈ ചെയ്യപ്പെട്ട പ്രവാചകനാണ്. എന്തിനു വേണ്ടി? ദൈവമുമ്പാകെ ദൈവത്തിൻ്റെ അരുളപ്പാട് അറിയിക്കാനായി തൻ്റെ ജീവിതത്തിൽ ഈവൻ he was able to sacrifice his family life too. Praise the Lord. മാത്രമല്ല, തനിക്ക് ആരും ഒരു കമ്പാനിയനും ഉണ്ടായിരുന്നില്ല. He was not able to relate with anyone. In fact, he was a person without any friends. ഒരു കൂട്ടുകാരൻ പോലും ഇല്ലാത്ത ഒരു വ്യക്തിയാണ്. കാരണം ഈ കൂട്ടുകാരുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ അല്പം സോഷ്യലൈസിങ്ങും അല്ലെങ്കിൽ അല്പം ഒരു ട്രാൻസാക്ഷൻസ് ഒക്കെ നടക്കുന്നത്, അല്ലേ? അങ്ങനെയെങ്കിൽ യിരെമ്യാവിന് ഒരു നല്ല കൂട്ടുകാരൻ പോലും ഇല്ലായിരുന്നു എന്ന് വേദപുസ്തകത്തിൽ പറയുന്നുണ്ട്. മറ്റൊരു വാക്യം വായിക്കാം, 15-ാം അധ്യായം യരമ്യാവ് 15:10. എന്റെ അമ്മേ, സർവ്വദേശത്തിനും കലഹക്കാരനും വിവാദക്കാരനുമായി, സകല ദേശത്തിനും കലഹക്കാരനും, ആരും അവനുമായിട്ട് യാതൊരു ബന്ധവുമില്ല. പിന്നെ കലഹക്കാരനും വിവാദക്കാരനുമായിരിക്കുന്ന എന്നെ നീ പ്രസവിച്ചുവല്ലോ. അയ്യോ കഷ്ടം, അയ്യോ കഷ്ടം. ഞാൻ പലിശയ്ക്ക് കൊടുത്തിട്ടില്ല, എനിക്ക് ആരും തരത്തുമില്ല എന്ന് പറഞ്ഞാൽ, എനിക്ക് ആരും ഇച്ചിരൊന്നും തരാനായിട്ട് പോലും ഇല്ല എന്ന് പറഞ്ഞാൽ, ഹി ഡസ് നോട്ട് ഹാവ് എനി ഫെലോഷിപ്പ് വിത്ത് എനിവൺ. അപ്പോൾ ജീവിതത്തിൽ തൻ്റെ കുടുംബജീവിതം തനിക്ക് മുമ്പോട്ട് നയിക്കാൻ കഴിയുന്നില്ല, അത് ആസ്വദിക്കാൻ, അത് മുമ്പോട്ട് പോകാനായിട്ട് കഴിയുന്നില്ല. തൻ്റെ ജീവിതത്തിൽ നല്ല സുഹൃത്ത് ബന്ധങ്ങളില്ല. ഹി വാസ് നോട്ട് ഹാവിങ് സം കമ്പാനിയൻഷിപ്പ് വിത്ത് any of the people, and finally he is under custody now.
അവൻ അവസാനത്തിൽ എവിടെയായിരിക്കുകയാണ്? അവൻ ഒരു വലിയ കാരാഗ്രഹത്തിലായിരിക്കുകയാണ്. സോ ലൈഫ് ഈസ് being more confusing. അവൻ്റെ ജീവിതത്തിൽ പ്രൈസ് ദി ലോർഡ് ഈ ഒരു സാഹചര്യം തന്നെ ഒത്തിരി അധികമായി കൺഫ്യൂസ് ചെയ്യുകയാണ്, തൻ്റെ ജീവിതത്തെ ആശയക്കുഴപ്പത്തിലേക്കാക്കിയ. കാരണം തനിക്കറിയാം താൻ ദൈവത്തിൻ്റെ വാക്കും ദൈവത്തിൻ്റെ പ്രവാചകനായി ദൈവം പറഞ്ഞത് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് മുമ്പോട്ട് കടന്നു വരുമ്പോൾ എൻ്റെ ജീവിതത്തിലുള്ള പ്രയാസങ്ങൾ എന്നെ കൺഫ്യൂസിങ്ങിലേക്കാക്കുകയാണ്. മാത്രമല്ല, he was not, the circumstances of his life was not even confusing. തനിക്ക് കുടുംബജീവിതവും തൻ്റെ കമ്പാനിയൻഷിപ്പ് ഇതെല്ലാം നഷ്ടപ്പെടുക മാത്രമല്ല, there was a complication of life that becoming more confusing. Complication of life can be confusing. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇവിടെ നോക്കിക്കേ, ഈ 2-ാമത്തെ വാക്യം മുതൽ താഴോട്ട് വായിക്കുമ്പോൾ നമ്മൾ വായിച്ചതാണ്. ഈ 3-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു: ഞാൻ ഈ നഗരത്തെ ബാബേൽ രാജാവിൻ്റെ കയ്യിൽ ഏൽപ്പിക്കും, അവൻ അതിനെ പിടിക്കും എന്ന് യഹോവ അരുളി ചെയ്തുവെന്ന്. യഹൂദ രാജാവായ സിദക്കിയാവ് കൽദയരുടെ കയ്യിൽ നിന്ന് ഒഴിഞ്ഞു പോകാതെ ബാബേൽ രാജാവിൻ്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെടും. അവർ ഇവനുമായി വായോട് വായി സംസാരിക്കുകയും കണ്ണോട് കണ്ണ് കാണുകയും ചെയ്യും എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ അവസാനം 5-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. അവൻ സിദക്കിയാവെ ബാബേലിലേക്ക് കൊണ്ടുപോകും, ഞാൻ അവനെ സന്ദർശിക്കും വരെ അവൻ അവിടെ ഇരിക്കും. നിങ്ങൾ കൽദയരോട് യുദ്ധം ചെയ്താലും നിങ്ങൾക്ക് സാധ്യമുണ്ടാകയില്ല എന്ന് യഹോവയുടെ അരുളപ്പാട് എന്നും നീ പ്രവചിപ്പാൻ എന്തു എന്ന് പറഞ്ഞ് യഹൂദ രാജാവായ സിദക്കിയാവ് അവനെ അവിടെ അടച്ചിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഒരു ദൂത് പറഞ്ഞതിൻ്റെ പേരിൽ ലൈഫ് സിറ്റുവേഷൻ കോംപ്ലിക്കേറ്റഡ് ആയ ഒരു പ്രവാചകനാണ്. ദർ ഈസ് a complication of life that brought him confusing. Praise the Lord. Hallelujah. യെരമ്യാ പ്രവാചകൻ ചെയ്ത ഒറ്റ കാര്യം, ദൈവത്തിൻ്റെ വചനം, ദൈവത്തിൻ്റെ വാക്ക് മറകൂടാതെ വെളിപ്പെടുത്തി എന്നത് മാത്രമാണ്. ദൈവിക സത്യം ഓർപ്പിച്ചെന്നത് മാത്രമാണ് താൻ ചെയ്തത്. യോഹന്നാൻ സ്നാപകനെ കുറിച്ച് പറയുമ്പോഴും അത് തന്നെയാണ് നാം കാണുന്നത്. അവൻ ഇസ്രായേൽ ജനത്തിന് നേരെ പ്രവചിച്ചപ്പോൾ അവനെ പിടിച്ച് അവൻ്റെ തലയറക്കുവാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെയെങ്കിൽ പ്രൈസ് ദി ലോർഡ്, ഇതുപോലെയുള്ള ജീവിത സാഹചര്യത്തിൽ നാമും പലപ്പോഴും ദൈവസന്നിധിയിൽ നേരോടെ നിൽക്കേണ്ടി വരുമ്പോൾ, ദൈവസന്നിധിയിൽ വിശ്വസ്തയോടെ നിൽക്കേണ്ടി വരുമ്പോൾ, ദൈവസന്നിധിയിൽ ദൈവത്തിൻ്റെ മുൻപിൽ പരമാർത്ഥതയോടെ നിൽക്കേണ്ടി വരുമ്പോൾ നമ്മുടെ ജീവിതത്തെ കോംപ്ലിക്കേറ്റഡ് ആക്കുന്ന, നമ്മുടെ ജീവിതത്തെ താറുമാറാക്കുന്ന, നമ്മുടെ ജീവിതത്തിൽ അരിക്ഷിതാവസ്ഥകൾ കൊണ്ടുവരുന്ന സാഹചര്യങ്ങൾ പലപ്പോഴും നമുക്ക് തന്നെ അറിയത്തില്ല, കർത്താവേ എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. മാത്രമല്ല, അതിന്റെ 7-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, ഈ 7-ാമത്തെ വാക്യം അതിലേക്ക് വരുമ്പോൾ ഒരു കാര്യം കൂടെ വളരെ കൺഫ്യൂസിങ് ആക്കുകയാണ്. ഇതിൻ്റെ എല്ലാം നടുവിൽ ദൈവം യെരമ്യാ പ്രവാചകനോട് പറയുന്ന ഒരു കാര്യം നോക്കിയോ. പറഞ്ഞു വരുന്നത് എന്താണ്? ഈ യഹൂദയെ മുഴുവൻ നശിപ്പിക്കും, ബാബേൽ രാജാവ് പിടിച്ചുകൊണ്ട് പോകും. ഇത് 25-ാം അധ്യായത്തിൽ തന്നെ യെരമ്യാവ് പ്രവചിച്ചിട്ടുണ്ട്. അതായത് യെരമ്യാ പ്രവാചകന്റെ പുസ്തകം 25-11 മുതൽ താഴോട്ട് വായിക്കുമ്പോൾ നേരത്തെ പ്രവചിച്ചേക്കാണ് യഹൂദയെ എന്ത് ചെയ്യും, ബാബേൽ രാജാവ് പിടിച്ചുകൊണ്ട് പോകുമെന്നും 70 വർഷം അവിടെ പ്രവാസത്തിലാകുമെന്നും എല്ലാം പ്രവാചകൻ യെരമ്യാവ് ദൈവശക്തിയാൽ ദൈവത്തിൻ്റെ ആലോചന ഇവർക്ക് അറിയിച്ചതാണ്. എന്നിട്ട് കോൺട്രഡിക്റ്റിംഗ്ലി ഈ ദൈവം എന്ത് ചെയ്യുന്നു, യെരമ്യാവിനോട് പറയുകയാണ്. 7-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. നിന്റെ ഇളയപ്പനായ സല്ലൂമിന്റെ മകൻ ഹനാമയേൽ നിന്റെ അടുക്കൽ വന്ന് അനാഥോത്തിലെ എന്റെ നിലം മേടിച്ചു കൊള്ളുക, അത് മേടിപ്പാൻ തക്കവണ്ണം വീണ്ടെടുപ്പിന്റെ അവകാശം നിനക്കുള്ളതല്ലോ എന്ന് പറയും. പ്രൈസ് ദി ലോർഡ്. സംഗതി മുഴുവൻ കയ്യിൽ നിന്ന് പോകാൻ പോവുകയാണ്. ദേശം മുഴുവൻ ബാബേൽ രാജാവ് പിടിച്ചെടുക്കാൻ പോവുകയാണ്. എല്ലാം ഇപ്പോൾ നഷ്ടപ്പെടാൻ പോകുമ്പോൾ പറയാണ്, അവിടെ ഒരു 10 സെന്റ് നിന്റെ പേരിലുള്ളത് അങ്ങ് മേടിച്ചോളാൻ. നമ്മളാണെങ്കിൽ അത് ചെയ്യുമോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇത് മുഴുവൻ ഇപ്പം പിടിച്ചുകൊണ്ട് പോകാനായിട്ട് ദൈവം തന്നെ കമാൻഡ് ചെയ്തിട്ടുണ്ട്. ഈ യഹൂദ ദേശം ഇപ്പോൾ പിടിക്കപ്പെടാനായിട്ട് പോകുന്നു എന്ന് ദൈവം തന്നെ അരുളി ചെയ്ത് ഈ പ്രവാചകന്റെ വായിൽ നിന്ന് തന്നെ അത് വന്ന പ്രവചനം അങ്ങനെ ഇരിക്കുമ്പോൾ
പറയുമ്പോൾ ഈ ദൈവം തന്നെ മാറ്റി കമാൻഡ് ചെയ്യുകയാണ്. പ്രൈസ്, ഈ ദൈവം തന്നെ അരുളി ചെയ്യുകയാണ്, അവിടെയുള്ള നിന്റെ നിലം എന്ത് ചെയ്യണം, നീ മേടിച്ചോളാം. പ്രൈസ്, ബുദ്ധിയുള്ളവനാണെങ്കിൽ ആ ഒരു സന്ദർഭത്തിൽ അങ്ങനെ ഒരു ഉദ്യമത്തിന് ഇറങ്ങത്തില്ല. കാരണം അവനറിയാം ദൈവം അവനോട് സംസാരിച്ചിട്ടുണ്ട്, ഈ രാജ്യം, ഈ ദേശം അല്ലെങ്കിൽ ബാബേൽ രാജാവിൻ്റെ കയ്യിൽ അകപ്പെടും, ഇത് പിടിച്ചുകൊണ്ട് പോകുമെന്ന്. പ്രൈസ് ദി ലോർഡ്, അവർക്കറിയാമെങ്കിലും, ഈ യിരെമ്യാവിന് അറിയാമെങ്കിലും, ദ കമാൻഡ് ബിക്കം മോർ കൺഫ്യൂസിങ്. ഈ ദൈവം തന്നെയാണോ എന്നോട് ഇത് പറയുന്നത്? കാരണം അല്പനാളുകൾക്ക് മുമ്പ് ഞാൻ പ്രവചിച്ചിട്ടുണ്ട് ഈ ദേശം പിടിക്കപ്പെടുമെന്ന്. അങ്ങനെയെങ്കിൽ പിടിക്കപ്പെടാൻ പോകുന്ന, ഒരിക്കലും അവകാശം മേടിക്കാൻ കഴിയാത്ത ഈ നിലം ഞാൻ എന്തിനാ മേടിക്കുന്നത്? സോ ദ കമാൻഡ് ഇറ്റ് സെൽഫ് ബിക്കം മോർ കൺഫ്യൂസിങ്. അപ്പോൾ നോക്കിക്കേ, ജീവിതത്തിൻ്റെ സാഹചര്യം, ഇറ്റ് വാസ് വെരി ടോട്ടലി കൺഫ്യൂസിങ്, ആൻഡ് ദി കോംപ്ലിക്കേഷൻ ഓഫ് ദ ലൈഫ്, ദാറ്റ് ഈസ് ടു കൺഫ്യൂസിങ്, ആൻഡ് ഫൈനലി ദി കമാൻഡ് ഓഫ് ദ ലോർഡ് ഈസ് ഓൾസോ ടു കൺഫ്യൂസിങ്. ദൈവം പറയുന്നതും പോലും തനിക്ക് തിരിച്ചറിയാൻ കഴിയത്തില്ല. ഇതെവിടെയൊക്കെയോ നമ്മുടെ ആത്മീയ ജീവിതവുമായിട്ട് ഒത്തിരി തട്ടിച്ച് നോക്കുവാനായിട്ട് എനിക്ക് കഴിയും. കാരണം പ്രൈസ് ദി ലോർഡ്, നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും കർത്താവിൻ്റെ പ്ലാനുകളും കർത്താവിൻ്റെ കമാൻഡ്സും കർത്താവിൻ്റെ ആലോചനകളും നമുക്കൊരു പക്ഷേ തിരിച്ചറിയാൻ കഴിയത്തില്ല. നമ്മുടെ ജീവിതത്തിൽ ഒരുപക്ഷെ അത് മനസ്സിലാക്കാനായിട്ട് കഴിയത്തില്ല. കാരണം എന്ന് ചോദിച്ചാൽ, വി ആർ നോട്ട് ഏബിൾ ടു സീ ദി അതർ എൻഡ്. ഇതിൻ്റെ അവസാനത്തിൽ എന്താണ് എന്ന് എനിക്കും നിങ്ങൾക്കും കാണാൻ കഴിയാത്തത് കൊണ്ട് മേ ബി ദ കമാൻഡ്സ് ഓഫ് ദ ലോർഡ് സീംസ് വെരി കൺഫ്യൂസിങ്. ദ ലൈഫ് ബിക്കംസ് മോർ കോംപ്ലിക്കേറ്റഡ്. അല്ലെങ്കിൽ നമ്മുടെ സർക്കംസ്റ്റാൻസസ് ഇറ്റ്സ് മേ സീംസ് മോർ കൺഫ്യൂസിങ് ബിക്കോസ് ഗോഡ് വാണ്ട് ടു ടേക്ക് us into a more hallelujah higher levels. ചില ഉയർന്ന മണ്ഡലത്തിലേക്ക് ദൈവം നമ്മെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത് കൊണ്ട് we may not be knowing what God is planning for me. എനിക്ക് വേണ്ടി ദൈവം എന്താണ് പ്ലാൻ ചെയ്യുന്നതെന്ന് നമുക്കറിയത്തില്ല. അതുകൊണ്ട് പലപ്പോഴും ദൈവം പറയുന്നത് തിരിച്ചറിയാൻ കഴിയുന്നില്ല. ദൈവം പറയുന്ന പദ്ധതികൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഒരുപക്ഷെ ജീവിതത്തിൻ്റെ പ്രയാസങ്ങളും കഷ്ടതകളും നിറഞ്ഞ സാഹചര്യത്തിലൂടെ നാം മുമ്പോട്ട് പോകുമ്പോൾ നമ്മൾ അറിയാതെ ദൈവസന്നിധിയിൽ പിറുപിറുക്കുന്ന സാഹചര്യം, കർത്താവേ എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിക്കുന്നത്? എന്തുകൊണ്ടാണ് ദൈവമേ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതെന്ന് നമ്മൾ വിചാരിക്കുമ്പോൾ, praise the Lord, we may fall to see the higher end of our life. We may fall to see God is operating in a higher plane for us. ഉയർന്ന ചില മണ്ഡലങ്ങളിൽ ദൈവം എനിക്കും നിങ്ങൾക്കും വേണ്ടി പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു. ആ ഉയർന്ന തലം നമ്മൾ കാണാത്തത് കൊണ്ട് ഈ താഴക്കടയിൽ നിൽക്കുമ്പോൾ, ഈ താണനിലത്തിൽ നിൽക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, അല്ലെങ്കിൽ രോഗങ്ങൾ, ഇതെല്ലാം നമുക്ക് വലിയ ഭാരമായി തോന്നും. ഇതെല്ലാം നമുക്കൊരു കൺഫ്യൂസിംഗ് ആയിട്ട് തോന്നും. ഇതൊക്കെ നമ്മെ വീഴ്ത്തിക്കളയുമെന്ന് തോന്നും. എന്നാൽ അതല്ല, നമ്മുടെ ഉയർച്ചയ്ക്ക് വേണ്ടി ദൈവം ചിലത് പ്ലാൻ ചെയ്യുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. എത്ര പേർക്ക് ഈ രാത്രികാലം അത് വിശ്വസിക്കാനായിട്ട് കഴിയും? God is planning something higher for you. God is planning some good work for you. Praise the Lord. ദൈവം നിങ്ങൾക്ക് വേണ്ടി ഹല്ലേലൂയ ചില നല്ല കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. God is working out a good plan for your life. Hallelujah. Hallelujah. യോബിനോട് തന്നെ ചോദിച്ചാൽ അത് തന്നെയല്ലേ പറയുന്നത്? യോബ് എന്താ പറയുന്നത്? യോബിനോട് പറയുമ്പോൾ യോബ് പറയുന്നത്, ദൈവം തന്നു, യഹോവ എടുത്തു, ദൈവത്തിന്റെ നാമം വാഴ്ത്തപ്പെടട്ടെ. എന്നാൽ യോബിന് അറിയത്തില്ല, ഒരു ഇരട്ടി പ്രതിഫലത്തിന്റെ, ഇരട്ടി നന്മയുടെ, ഇരട്ടി ദൈവിക അനുഗ്രഹത്തിന്റെ ഒരു കാലം എനിക്ക് വേണ്ടി ദൈവം ശേഷിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോഴുണ്ടാകുന്ന തകർച്ച, ഇപ്പോഴുണ്ടാകുന്ന വേദനകൾ, ഇപ്പോഴുണ്ടാകുന്ന നഷ്ടം ദൈവം എനിക്ക് വേണ്ടി വലുത് ചിലത് കരുതുന്നുണ്ട്. Praise the Lord. Hallelujah. So the prison of God's purpose, the prison can be a place of confusing, and in reality it is a place of hope. ആക്ച്വലി നമ്മുടെ ജീവിതത്തിൻ്റെ തടവറകൾ നമുക്ക് ഒത്തിരി നിരാശകൾ ഉളവാക്കുന്നതാണെങ്കിലും, നമ്മുടെ ജീവിത തടവറകൾ നമുക്കൊത്തിരി ആശയക്കുഴപ്പം ഉളവാക്കുന്നതാണെങ്കിലും, God has some destined plan for us. എനിക്കും നിങ്ങൾക്കും വേണ്ടി ദൈവം ചിലത് കരുതിയിട്ടുണ്ട്. If that is the thing, the second thing, the prison can be a place of commitment.
നമുക്ക് ദൈവം മുമ്പാകെ എന്നെയും നിങ്ങളെയും ദൈവത്തിന് മുമ്പിൽ സമർപ്പിക്കാനുള്ള സമയമാണ് നമ്മുടെ ജീവിതത്തിലെ പരിശോധനകൾ. പ്രൈസ് ദി ലോർഡ്. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ദൈവവുമായിട്ടുള്ള നമ്മുടെ ബന്ധത്തെ ഒന്നുകൂടെ ഉറപ്പിക്കാനുള്ള, പ്രൈസ് ദി ലോർഡ്, ഒരു സമയം കൂടിയാണ് എൻ്റെയും നിങ്ങളുടെയും കഷ്ടത. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് ചിലത് നമ്മളെ ഗ്രഹിപ്പിക്കുവാൻ, ദൈവത്തോടുള്ള ബന്ധത്തിൽ നമ്മുടെ സമർപ്പണം ഒന്നുകൂടെ പുതുക്കാൻ ഉള്ള അവസരമാണ് നമ്മുടെ ജീവിതത്തിൽ കാരാഗൃഹത്തിൻ്റെ അനുഭവം. ഇറ്റ് മേ ബി എ പ്ലേസ് ഓഫ് കമ്മ്യൂണിയൻ. ആരുമായിട്ട്? ദൈവവുമായിട്ട്. പ്രൈസ് ദി ലോർഡ്. ദ പ്രിസൺ ബിക്കം എ പ്ലേസ് ഓഫ് കമ്മ്യൂണിയൻ. പ്രൈസ് ദി ലോർഡ്. പലപ്പോഴും ഇത് ശരിയാണ്. ജീവിതത്തിൽ കഷ്ടതയും പ്രയാസവും വരുമ്പോഴല്ലേ കൂടുതൽ പ്രാർത്ഥനയും ഉപവാസവും ഒക്കെ നമുക്കുണ്ടാകുന്നത്. ജീവിതത്തിൽ ദുഃഖവും പ്രയാസവും വരുമ്പോഴല്ലേ നമ്മൾ ഒത്തിരി പ്രാർത്ഥിക്കുകയും ജാഗരിക്കുകയും ചെയ്യുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവത്തിനറിയാം എൻ്റെ അടുത്തോട്ട് ഒരു കമ്മ്യൂണിയന് ഇവനെ പിടിക്കണമെങ്കിൽ എന്ത് വേണം? ഇച്ചിരി ഒരു കഷ്ടതയൊക്കെ ഇട്ട് കൊടുത്താൽ മതി, ഓട്ടോമാറ്റിക്കലി ഇങ്ങ് വന്നോളും. പ്രൈസ് ദി ലോർഡ്. ഇങ്ങ് തനിയെ ഇങ്ങ് വന്നോളും. എന്നാൽ കഷ്ടതയൊന്നും ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത്? നമ്മൾ നമ്മുടെ വഴിക്കൂടെ അങ്ങ് സഞ്ചരിക്കും. നമ്മൾ വേണ്ട നമുക്ക് തോന്നുന്ന വഴിക്കൂടെ നമ്മൾ അങ്ങ് പോകും. അപ്പോൾ the prison life the prison life for Jeremiah, it was a time of endeavoring a God's communion. ഒരു ദൈവിക ബന്ധത്തിനുള്ള അവസരമായി മാറി. അപ്പോൾ ഈ കാരാഗൃഹത്തിൽ കിടക്കുമ്പോൾ യിരെമ്യാവ് വിചാരിച്ചു കാണും, കർത്താവേ, ഞാൻ ഈ ദൂതൊക്കെ പറഞ്ഞിട്ട്, ഞാൻ ഈ ആലോചനകളൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ഒരാളെ പോലും നേടാൻ കഴിഞ്ഞില്ലല്ലോ, ഒരാളെ പോലും കർത്താവിന് വേണ്ടി നേടാൻ കഴിഞ്ഞില്ലല്ലോ, ഒരാളെ പോലും അവനെ ഒരു യഥാസ്ഥാപനത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് യിരെമ്യാവ് വിചാരിക്കുന്നുണ്ടാകാം. എന്നാൽ അതിനെക്കാട്ടിലപ്പുറമായി this prison was a time for a personal communion with God. Praise the Lord. പലപ്പോഴും നമ്മുടെ കഷ്ടതകൾക്ക് ഞാൻ പറയാറുണ്ട്, ഇറ്റ് മേ ബി ഹാവിങ് 2 ways. 2 വഴിയേ ഉള്ളൂ. ഒന്ന്, പ്രൈസ് ദി ലോർഡ്, ദൈവത്തിൽ നിന്ന് അകന്നു പോകാൻ നമുക്ക് ഈ കഷ്ടത മുഖാന്തരമാകാൻ സാധ്യതയുണ്ട്. 2, ദൈവത്തിലേക്ക് അടുത്ത് വരാനും ഒരു സാധ്യതയുണ്ട്. ഈ 2 സാധ്യതകളിൽ ഏതെങ്കിലും ഒന്ന് സംഭവിക്കും. ഇന്ന് ലോകത്തിൽ പലരെയും കണ്ടാൽ, പല യൗവനക്കാരുടെയും ജീവിതത്തിൽ, പലരുടെയും ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടുള്ളത്, എന്തെങ്കിലും അവർ ഉദ്ദേശിച്ച നിലയിലേക്ക് മുമ്പോട്ട് പോകാൻ കഴിഞ്ഞില്ലെങ്കിൽ, അവർ ഉദ്ദേശിച്ച നിലയിൽ വർദ്ധിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അവർ ഉടനെ ദൈവത്തിൽ നിന്ന് അങ്ങ് അകന്നു പോകും. They will astray from the Lord. അവർ ദൈവത്തിൽ നിന്ന് അങ്ങ് ദൂരെ മാറി സഞ്ചരിക്കും. എന്നാൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, that is not the right way. If you are undergone through a kind of a prison life, ജീവിതത്തിൽ ഒരു നിരാശയുടെ ജീവിതം നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ, it would be a time to lead a communion with the Lord. ദൈവവുമായിട്ട് നമുക്കൊരു ബന്ധം സ്ഥാപിക്കാനുള്ള ഒരു അവസരമാണ്. It is a time that we can commit our life to the Lord. ദൈവം മുമ്പാകെ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തെ സമർപ്പിക്കാനുള്ളൊരു അവസരമാണ്. പ്രൈസ് ദി ലോർഡ്. 2 വഴി. ഒന്നെങ്കിൽ നമുക്ക് ദൈവത്തിൽ നിന്ന് അകന്ന് മാറാം, അല്ലെങ്കിൽ ദൈവത്തിങ്കിലേക്ക് അടുക്കാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഒരു കാര്യം ഞാൻ വിളിച്ചു പറയാം. എപ്പോഴൊക്കെയോ കഷ്ടതകളുടെ, നിരാശകളുടെ, രോഗത്തിൻ്റെ അനുഭവങ്ങൾ നമ്മെ തേടി വരുമ്പോൾ നമ്മൾ ഒരു കാര്യം മറന്നു പോകരുത്. ദിസ് ഇസ് എ ടൈം ഫോർ മൈ കമ്മിറ്റ്മെൻറ്റ്. ദിസ് ഇസ് എ ടൈം ഫോർ റിന്യൂ മൈ കമ്മിറ്റ്മെൻറ്റ്. എൻ്റെ സമർപ്പണത്തെ ഒന്ന് പുതുക്കാനുള്ള സമയമാണ്. ദിസ് ഇസ് എ റൈറ്റ് time that I can make my commitment with the Lord. That means I can communion with the Lord. ഞാൻ ദൈവവുമായിട്ട് ഒരു വലിയ ബന്ധത്തിലേക്ക് പോകാൻ കഴിയും. So hallelujah, the prison can be a place of commitment. That means hallelujah, this is a place of communion with God. രണ്ടാമത്തെ കാര്യം, ഈ കമ്മിറ്റ്മെന്റ് എങ്ങനെയാണ് തൻ്റെ ജീവിതത്തിൽ കുറച്ചുകൂടെ ആഴത്തിൽ വന്നതെന്നറിയാമോ? This become a place of confidence. നോക്കിക്കോണം, അവിടെ 2 വാക്യം ഞാൻ പറയാം. ഒന്നാമത്തെ വാക്യം 17-ാമത്തെ വാക്യം 32:17 വായിക്കുമ്പോൾ ഇങ്ങനെ വായിക്കുന്നത്, അയ്യോ യഹോവയായ കർത്താവേ, നിന്റെ മഹാശക്തി കൊണ്ടും നീട്ടിയ ഭുജം കൊണ്ടും നീ ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കി, നിനക്ക് അസാധ്യമായത് ഒന്നുമില്ല. പ്രൈസ് ദി ലോർഡ്. ഇതെന്തെങ്കിലും ഒരു മിറക്കിൾ കണ്ടിട്ടാണോ യിരെമ്യാവ് പറയുന്നത്? എന്തെങ്കിലും നമ്മളാണെങ്കിൽ ഒരു അത്ഭുതമൊക്കെ കഴിഞ്ഞു കഴിയുമ്പോൾ പറയും, ഓ ദൈവത്താൽ അസാധ്യമായതൊന്നുമില്ല. കേട്ടോ, ഏതാ
ഒരു അത്ഭുതം കണ്ടു കഴിയുമ്പോഴാണ് നമുക്കിത് സാക്ഷ്യമായിട്ട് പറയുന്നത്. ആർക്കെങ്കിലും പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ജീവിതത്തിൽ ഒരു കഷ്ടത നിലനിൽക്കുമ്പോൾ എൻ്റെ ദൈവത്താൽ അസാധ്യമായതൊന്നുമില്ല എന്ന് പറയാനുള്ള ധൈര്യമാണ് പ്രൈസ് ദി ലോർഡ്, ദ കോൺഫിഡൻസ് ആണ് ഹല്ലേലൂയ കഷ്ടത നമുക്ക് നൽകി തരുന്നത്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ സാക്ഷ്യം എപ്പോഴാണെന്നറിയാമോ? നമ്മുടെ സാക്ഷ്യം വിടുതൽ ഉണ്ടായി കഴിയുമ്പോഴാണ് നമ്മൾ എഴുന്നേറ്റ് പറയുന്നത്, കർത്താവ് എന്നെ വിടുവിച്ചു, കർത്താവ് എന്നെ സഹായിച്ചു, ഇപ്പോൾ ഞാൻ അറിയുന്നു ദൈവത്താൽ അസാധ്യമായതൊന്നുമില്ല. എന്നാൽ നോക്കിക്കേ ഹല്ലേലൂയ, പ്രവാചകൻ കാരാഗൃഹത്തിൽ കിടക്കുമ്പോഴും, പ്രവാചകൻ ഹല്ലേലൂയ യഹൂദക്കെതിരെയുള്ള നാശം പ്രവചിച്ചിട്ട് നിൽക്കുമ്പോഴും, ഹല്ലേലൂയ തന്നെ കുണ്ടറയിൽ അടയ്ക്കപ്പെട്ട് ജയിലിൽ അടച്ചിരിക്കുമ്പോഴും പ്രവാചകന്റെ കോൺഫിഡൻസ് നോക്കിക്കേ, എൻ്റെ ദൈവത്താൽ അസാധ്യമായതൊന്നുമില്ല. ഈവൻ ദോ ഐ ട്രാവൽ ത്രൂ ദി ഡാർക്ക്നെസ് ഓഫ് മൈ ലൈഫ്, എൻ്റെ ജീവിതത്തിന്റെ നിരാശയുടെ വഴിയിലൂടെ ഞാൻ സഞ്ചരിക്കുന്നുവെങ്കിലും I have a confidence today that there is nothing impossible with God. Hallelujah. Hallelujah. എൻ്റെ ദൈവത്താൽ അസാധ്യമായതൊന്നുമില്ല. നമ്മൾ ഇന്ന് വായിച്ച കുറിവാക്യം അത് തന്നെയാണ്. 27-ാമത്തെ വാക്യം, ഞാൻ സകല ജഡത്തിന്റെ ദൈവമായ യഹോവയാകുന്നു, എനിക്ക് കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ? പ്രൈസ് ദി ലോർഡ്. ഇത് ഈ പ്രവാചകൻ വിടുതൽ കണ്ടിട്ട് പറയുന്ന സാക്ഷ്യമല്ല, വിടുതൽ സംഭവിക്കുന്നതിന് മുമ്പ് തന്നെ പ്രവചനാത്മാവിൽ കാണുകയാണ്. I have a confidence that hallelujah I rely on the Lord. ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു. Praise the Lord. The prison become a place of confidence. തന്റെ ജീവിതത്തിൽ ദൈവസന്നിധിയിൽ ഉറയ്ക്കാനുള്ള സമയമായി മാറി. അതുകൊണ്ട് ഇന്ന് രാത്രികാലം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, കഷ്ടതയോ പ്രയാസമോ ദുഃഖമോ നിരാശയോ നമ്മുടെ ജീവിതത്തിൽ ആഞ്ഞടിക്കുമ്പോൾ പ്രവചനാത്മാവിൽ വിളിച്ചു പറയാം, that would be a place of confidence. നമ്മുടെ ജീവിതത്തിൽ ധൈര്യം തരുന്ന സമയമാണ്, നമ്മുടെ ജീവിതത്തിൽ ബലം തരുന്ന സമയമാണ്. നിരാശപ്പെടേണ്ട സമയമല്ല, വ്യാകുലപ്പെടേണ്ട സമയമല്ല. It is a place where we build our confidence. Praise the Lord. Hallelujah. ദൈവത്താലും വചനത്താലും ജയമെടുക്കുന്നു യേശുവിന്റെ നാമത്തിൽ. ഇന്ന് രാത്രികാലം ഹല്ലേലൂയ വചനത്തിന്റെ ശക്തിയാൽ ഹല്ലേലൂയ ജയമെടുക്കുന്നു. യേശുവിന്റെ നാമത്തിൽ നമ്മുടെ കഷ്ടതകൾ കാണുമ്പോൾ ദൈവസ്ഥലിൽ ശക്തിപ്പെടുവാൻ, ദൈവത്തിന്റെ സന്നിധിയിൽ ശക്തിപ്പെടുവാൻ കർത്താവ് നമ്മെ ശക്തീകരിക്കട്ടെ. Oh, we praise the Lord. Hallelujah. 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 Praise the Lord. Praise the Lord. Praise the Lord. Hallelujah. ദൈവത്തിന്റെ ശക്തിയാൽ ഇന്ന് രാത്രികാലം ദൈവജനം നിറയട്ടെ. നമ്മുടെ കഷ്ടതകൾ നമ്മെ തകർക്കാനല്ല, നമ്മുടെ രോഗങ്ങൾ നമ്മെ ഇല്ലാതെയാക്കാനല്ല, നമ്മുടെ നിരാശകൾ നമ്മെ തകർത്ത് കളയാനല്ല. അവന്റെ സന്നിധിയിൽ ദൈവം വലിയവനാണ്, അവൻ അസാധ്യമായതൊന്നുമില്ല എന്ന് ഉറപ്പിക്കാനാണ്. ഈ രാത്രികാലം ചിലരോട് ദൈവത്തിന്റെ ആത്മാവിൽ പ്രവചനാത്മാവിൽ വിളിച്ചു പറയുന്നു, ഒരു പ്രവാചകന്റെ ശബ്ദത്തിൽ തന്നെ വിളിച്ചു പറയുന്നു, ദൈവത്തിന്റെ സന്നിധിയിൽ നിങ്ങളുടെ കഷ്ടതയോ നിരാശയോ വേദനയോ ഇതൊന്നും നിങ്ങളെ തകർക്കുന്നതല്ല. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ we praise you Lord, we worship your name. Hallelujah, we worship your name. Hallelujah. Oh Rabba Shadharadada. Praise the Lord, praise the Lord, praise the Lord, praise the Lord. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. Hallelujah. Prison is a place of compilation. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ മുമ്പാകെ സമർപ്പിക്കുന്ന ഒരു സമയമാണ്. ദൈവത്തിന് മുമ്പിൽ ദൈവം എന്താ പ്ലാൻ ചെയ്യുന്നതെന്ന് പോലും അറിയാതെ പൂർണ്ണമായി ദൈവത്തിന്റെ പദ്ധതിക്കായി ഏൽപ്പിക്കപ്പെടുന്ന സമയമാണ്. ഇറ്റ്സ് എ പ്ലേസ് ഓഫ് കമ്പൈലൻസ്. പ്രൈസ് ദൈവം മുമ്പാകെ ഒരു മറു ചോദ്യം പോലും ചോദിക്കാതെ, കർത്താവേ എന്തുകൊണ്ട് ഞാൻ ഈ നിലം മേടിക്കണം, എന്തുകൊണ്ട് ഞാൻ യഹൂദയിൽ ഹല്ലേലൂയ എൻ്റെ ഓഹരിയായ നിലം മേടിക്കണം, അടുത്ത ദിവസങ്ങളിൽ ബാബേൽ രാജാവ് വന്നത് കീഴടക്കാൻ പോകുന്നതല്ലേ എന്നൊരു മറുത്തൊരു ചോദ്യം ചോദിക്കാതെ പറഞ്ഞതുപോലെ തന്നെ ചെയ്യാൻ ദൈവം തന്നെ നിയോഗിച്ചു. അബ്രഹാമിനോടും ഇസാക്കിനോടും അല്ലെങ്കിൽ അബ്രഹാമിന്റെ ജീവിതത്തിൽ ചോദിക്കുമ്പോഴും തൻ്റെ ഏകജാതനായ പുത്രനെ യാഗം കഴിക്കാനായി ആവശ്യപ്പെട്ടപ്പോൾ അബ്രഹാം മറുത്തൊരു ചോദ്യം ചോദിച്ചില്ല. വൈ ഗോഡ് എന്നൊരു ചോദ്യമില്ല.
ഇറ്റ് വാസ് എ പ്ലേസ് ഓഫ് കമ്പൈലൻസ്. തൻ്റെ മുമ്പിൽ പൂർണ്ണ സമർപ്പണത്തിന്റെ ഒരു ഇടമായിരുന്നു. സോ പ്രിസൺ ഈസ് എ ടൈം ടു കമ്മിറ്റ് യുവർ ലൈഫ്. നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കാനുള്ള സമയമാണ്. നമ്മുടെ ജീവിതത്തിലെ കഷ്ടത, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ നിരാശ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ കാരാഗ്രഹത്തിന്റെ അനുഭവം. എന്നാൽ അവസാനം ഒരു കാര്യം ഇവിടെ പറഞ്ഞ് ഞാൻ നിർത്താം. ദിസ് പ്രിസൺ ഈസ് എ പ്ലേസ് ഓഫ് കംഫർട്ട്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആശ്വാസം തരുന്ന സ്ഥലം കൂടി. നമുക്ക് ഒത്തിരി ഈ 32 മുതലുള്ള അധ്യായങ്ങൾ മുഴുവൻ നിങ്ങൾ വായിക്കണം. ഐ ആം ജസ്റ്റ് നോട്ട് ടേക്കിംഗ് എനി വേഴ്സസ്. ഇതിനകത്തെല്ലാം അതിന് കറക്റ്റ് പറയേണ്ട വാക്യങ്ങളുണ്ട്. എങ്കിലും ഞാൻ സമയമില്ലാത്തതുകൊണ്ട് അതൊന്നും പരാമർശിക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. രമ്യാവിന് മനസ്സിലായി ഈ കാരാഗ്രഹം എന്ന് പറയുന്നത് ഒരു കഷ്ടതയല്ല. ഇറ്റ് ഈസ് എ ടൈം, ഇറ്റ് ഈസ് എ പ്ലേസ് ഓഫ് കംഫർട്ട്. അതിൻ്റെ 27-ാമത്തെ വാക്യത്തിൽ തന്നെ നമ്മൾ വായിക്കുമ്പോൾ ദൈവം പറയുകയാണ്, ദൈവം അരുളി ചെയ്യുകയാണ് യിരെമ്യാവിൻ്റെ വായിലൂടെ, എനിക്ക് കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ? പ്രൈസ് ദി ലോർഡ്. ഏതെങ്കിലും കാര്യം എനിക്ക് കഴിയാത്തതുണ്ടോ? There is no any limitation for our God. There is no anything uncertain for God. There is nothing is impossible with the Lord. ദൈവത്താൽ കഴിയാത്തതായ ഒരു കാര്യവുമില്ല. There is a providence, clear providence for him. മാത്രമല്ല, there is a power. Praise the Lord. ദൈവത്തിന്റെ ശക്തി അവിടെ വെളിവാക്കുകയാണ്. Praise the Lord. ദൈവത്തിന്റെ ശക്തി യിരെമ്യാവിന് മനസ്സിലായി. എത്ര കാരാഗ്രഹത്തിൽ കിടന്നാലും അവന്റെ വചനത്തിന് ഒരു മാറ്റവും ഉണ്ടാകത്തില്ല. എത്ര കാരാഗ്രഹത്തിന്റെ അവസ്ഥയിലൂടെ കടന്നുപോയാലും there is a unending power that is coming in my life. ഒരിക്കലും നഷ്ടപ്പെട്ടു പോകാത്ത ദൈവശക്തി എന്നിലൂടെ പകർപ്പെടുന്നു. There is a time, there is a place, it is a place of power. Praise the Lord. And also this is a place of God's presence. അവിടെ പറയുന്നൊരു വാക്യമുണ്ട്. ഹല്ലേലൂയ. ഈ 37-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? 37-ാമത്തെ വാക്യം. എന്റെ കോപത്തിലും ക്രോധത്തിലും മഹാരോഷത്തിലും ഞാൻ അവരെ നീക്കിക്കളഞ്ഞ സകല ദേശങ്ങളിൽ നിന്നും ഞാൻ അവരെ ശേഖരിക്കും. ഞാൻ അവരെ ഈ സ്ഥലത്തേക്ക് മടക്കി വരുത്തി അതിൽ നിർഭയമായി വസിക്കുമാറാക്കും. 38-ാമത് വാക്യം കൂടെ. അവർ എനിക്ക് ജനമായും ഞാൻ അവർക്ക് ദൈവമായും ഇരിക്കും. Yes, I will be with them as their God. This is a comfort of God's presence. ഏത് സമയത്തും ഞാൻ നിന്റെ കൂടെയുണ്ട്. ഞാൻ നിങ്ങൾക്ക് ദൈവമായിരിക്കും. ഐ വിൽ ബി ഗോഡ് ഫോർ യു. നിങ്ങൾക്ക് വേണ്ടി ഞാൻ ദൈവമായിരിക്കും. അതുകൊണ്ട് ഈ prison is not something to going to destroy. It is a place that you are comforted with the providence of the Lord. It is a place that you are comforted with the power of the Lord. It is a place there where you are comforted with the presence of the Lord. ദൈവത്തിന്റെ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹിക്കുന്ന ഇടമാണ് നമ്മുടെ കഷ്ടത. Praise the Lord. അവസാനം ഒരു കാര്യം കൂടെ പറയുകയാണ്. 37-ാമത്തെ വാക്യത്തിൽ ഒരു കാര്യം പറയുന്നു, ഞാൻ അവരെ ഈ സ്ഥലത്തേക്ക് മടക്കി വരുത്തി അതിൽ നിർഭയമായി വസിക്കുമാറാക്കും. ഇവന്തോ നിങ്ങൾ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടാകാം, ഈ നാട്, ഞങ്ങളുടെ ദേശം, യഹൂദ ദേശം നഷ്ടപ്പെടാനായിട്ട് പോവുകയാണ്. എന്നാൽ ദൈവം പറയുന്നു, ഇല്ല. There would be a time that you will return back. There is a promise given to us. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ രാത്രികാലം എന്തെങ്കിലും നഷ്ടപ്പെട്ടു എന്ന്, അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യമോ നമ്മുടെ ജീവിതമോ നമ്മുടെ കരിയറോ നമ്മുടെ ജീവിതത്തിന് മുന്നോട്ടുള്ള തലങ്ങളോ നഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, hallelujah, it might be a prison life for you, but let me tell you that this is a place that God is comforting you with the providence, his power, his presence, and the everlasting promise that he is giving to our life. എത്ര പേർക്ക് ഇന്ന് ഈ രാത്രികാലം ഈ വചനത്തിന്റെ ശക്തി ഏറ്റെടുക്കാൻ കഴിയും? ദൈവം മുമ്പാകെ നമ്മെ തന്നെ ഒന്ന് സമർപ്പിക്കാമോ? ഈ ദൈവശക്തിക്ക് മുമ്പാകെ നമ്മെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താട്ട്, ഹല്ലേലൂയ, ദൈവം എനിക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യും. ഈവൻ ദോ ഐ വാക്ക് ത്രൂ ദ വാലി ഓഫ് ഡാർക്ക്നെസ്, എന്നാൽ അതിന്റെ നടുവിൽ എനിക്ക് വേണ്ടി, ഹല്ലേലൂയ, ശത്രുക്കളുടെ മുമ്പിൽ മേശയൊരുക്കുന്ന ദൈവമുണ്ട്. ഈവൻ ദോ there is a difficult situation in my life, then even though I walk in the different life of my life, but however I will be enthroned, I will be empowered by the comfort of the Lord. Praise the Lord. ദൈവത്തിന്റെ ശക്തിയാൽ, ദൈവത്തിന്റെ കൃപയാൽ ഞാൻ ആശ്വസിക്കപ്പെടുമെന്ന് ഉറപ്പുള്ളവർ ചേർന്ന് കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്തിയാൽ. So let me just recap. Prison can be a place of confusing. Praise the Lord.
The circumstances of a life is so confusing for Jeremiah. The complication of life is so confusing for, hallelujah, Jeremiah. The command even from the Lord is also so confusing. But he was yielding to the voice, yielding to the words of the Lord. The prison can be a place that we can commit our life. എൻ്റെ ജീവിതം ദൈവമുമ്പാകെ സമർപ്പിക്കാൻ പറ്റുന്ന ഒരു സമയമാണ്. It may be a place of communion. It may be a place of confidence. It may be a place of compliance. And finally, prison is a place of comfort by providence, power, presence and promise. Praise the Lord. കർത്താവിൻ്റെ ഈ വചനങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ ഒന്ന് പതിഞ്ഞു നിൽക്കുവാനായി, ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലേക്കും ഒന്ന് പെനിട്രേറ്റ് ചെയ്യാനായിട്ട് നമ്മെ തന്നെ രാത്രികാലം ഏൽപ്പിച്ചു കൊടുക്കാം. നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം.